കോട്ടയം നഗരത്തിലെ ചൂടിന് ഒരു കുറവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരികയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ആകെയുള്ളൊരു ആശ്വാസം ജ്യൂസുകൾ മാത്രമാണ്. എന്നാൽ ജ്യൂസിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലും ഞെട്ടും. 60ഉം 70ഉം രൂപയൊക്കെയാണ്. ഈ ഒരു സമയത്താണ് കോട്ടയത്ത് കഴിഞ്ഞ 18 വർഷമായ ഒരു ജ്യൂസ് കടയിൽ 10 രൂപ മാത്രമേ ഉള്ളൂ വില. അത് കോട്ടയം ബസേലിയസ് കോളേജിന് സമീപത്തായിട്ടുള്ള ഇക്കാൻ്റെ കടയിലാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ കോട്ടയത്തെ ചൂട്? ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനനുസരിച്ച് വഴിയിൽ ആളില്ലാതെ വരിക. പിന്നെ പിള്ളേരൊക്കെ ഉണ്ട്, സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, എക്സാം ഒക്കെ അല്ലേ, അതുകൊണ്ടൊരു തിരക്കുണ്ട്. വെയിൽ കൂടുമ്പോൾ ആൾക്കാരില്ല, വഴിയിലില്ല, പേടിച്ചിട്ട് ഇറങ്ങുന്നില്ല ആരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മുടെ കടയിൽ ഇവിടെ കോട്ടയത്ത് ഞാൻ നോക്കിയിട്ട് ഒരു 10 രൂപയ്ക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര. ഇവിടെ ഉള്ളെന്നാണ് എൻ്റെ അറിവ്. അതിനനുസരിച്ച് എല്ലാവരും വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഒരു 10 രൂപ തന്നെ പിടിക്കാനുള്ള കാരണം 10 രൂപയ്ക്ക് കൊടുത്താലേ ആൾക്കാർ നമുക്ക് കസ്റ്റമർ കൂടുതൽ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ 20 ആക്കി കഴിഞ്ഞാൽ കസ്റ്റമർ കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം സാധനത്തിന് മുന്തിരിക്കെല്ലാം വില കൂടുതലാണ്, എന്നാലും ഒരു ആവറേജ് രീതി നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ അപേക്ഷിച്ച് ഇപ്പം അങ്ങനെ ആള് വരുന്നുണ്ട്, ന്യായമായിട്ട് ആള് വരുന്നുണ്ട്. ചൂടും കൂടെ ആയിട്ട് ആള് വരുന്നുണ്ട്. എല്ലായിടത്തും ചെന്ന് ജ്യൂസ് കുടിക്കണം 10-60 രൂപയൊക്കെ ആവും. ഇതിപ്പോൾ അവർക്ക് സാധാരണ രീതിയിൽ ജ്യൂസ് കുടിക്കാൻ പറ്റും. വെള്ളം കിട്ടാത്ത സമയം 10 രൂപയ്ക്ക് പോലും വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ജ്യൂസ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ പരിപാടിയൊന്നും ഇതിനകത്തില്ല. നല്ല രീതിയിലാണ് സാധനം കൊടുക്കുന്നത്. നമ്മുടെ പിള്ളേരും അറിയാവുന്നവരെല്ലാവരും വന്ന് കുടിക്കുന്നതാണ്. എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും? നമുക്ക് 5-6 ഐറ്റം വെറൈറ്റി ജ്യൂസ് ഉണ്ട്. മുന്തിരി, പൈനാപ്പിൾ, തണ്ണിമത്തൻ, പേരയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ 5-6 ഐറ്റം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമുക്ക്. പിന്നെ കഴിക്കുന്നതിനും കുറച്ച് ഐറ്റംസിനെല്ലാം 10 രൂപയേ ഉള്ളൂ. എല്ലായിടത്തും 12 രൂപയ്ക്ക്. നിസ്സാരം പച്ചിക്കട പോലും 10 രൂപയാണ്. വാടക പോലും കൊടുക്കാതിരിക്കുന്നതിന് 10 രൂപ 12 രൂപയാണ് മേടിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് വെറും 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. കാര്യം നമ്മൾ എടുത്തു വെച്ച് വിൽക്കുന്ന സാധനമാണ്, അവൻ ഉണ്ടാക്കുന്ന സാധനമാണ് 12 രൂപയ്ക്ക് കൊടുക്കുന്നത്. കാര്യം അവന് ലാഭം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കുന്നത്? നമുക്ക് കിട്ടുന്നുണ്ട് ലാഭം, പിന്നെ എങ്ങനെ അവന് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. മുന്തിരിയുടെ ഒക്കെ അത് പരിപാടി എങ്ങനെ? മുന്തിരി നമ്മൾ മേടിച്ച് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഇട്ട് കഴുകുക, അല്ല ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരു പണിയാണ്. രാവിലെ 5:30 ആകുമ്പോൾ വരും. അന്നേരം പോലെ പണിയാണ് മൊത്തം. ഇപ്പം 18 കൊല്ലമായി. ഇത് തന്നെ സെയിം ഇങ്ങനെ തന്നെ പോകുന്നു.